ഇവിടെ റസാഖിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഓരോ സെക്കൻഡ് വൈകുമ്പോഴും വൈദ്യുതി ബോർഡും സർക്കാരും കടുത്ത നിയമലംഘനം തന്നെയാണ് നടത്തുന്നത്. കാരണം വൈദ്യുതി ബോർഡ് ചെയർമാനും മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബം, അതായത് ഈ ഉപഭോക്താവ് റസാഖ് എന്ന ഉപഭോക്താവ് ഇനി KSEB ജീവനക്കാരെയോ ഓഫീസോ ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകിയാൽ മാത്രം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്നാണ്. കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് 2014 പ്രകാരം ഒരാളുടെ വൈദ്യുതി വിച്ഛേദിക്കണമെങ്കിൽ ആ ആൾക്ക് വൈദ്യുതി ബിൽ കുടിശ്ശിക വന്നാൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. അതിനുശേഷം ഈ ഉപഭോക്താവ് വൈദ്യുതി ബില്ലടച്ചാൽ 24 മണിക്കൂറിനകം വൈദ്യുതി പുനഃസ്ഥാപിക്കണം എന്നതാണ്. ഇവിടെ കടുത്ത നിയമലംഘനം തന്നെയാണ് വൈദ്യുതി ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ 14 ദിവസം മുൻപ്, കുറഞ്ഞത് 14 ദിവസം മുൻപെങ്കിലും ഈ ഉപഭോക്താവിന് നോട്ടീസ് നൽകണം, അതായത് കൃത്യമായ അറിയിപ്പ് നൽകണം എന്നതാണ്. ഈ നമുക്ക് കിട്ടുന്ന ബില്ല് എന്നത് ഡിസ്കണക്ഷൻ്റെ കൂടിയുള്ളൊരു മുന്നറിയിപ്പുള്ള ഒരു ബില്ലാണ്, അല്ലെങ്കിൽ ഒരു നോട്ടീസാണ്. ആ രീതിയിലാണ് അതിനെ പരിഗണിക്കുന്നത്. അതായത് ഇവിടെ റസാഖ് എന്ന ഉപഭോക്താവ് വൈദ്യുതി ബില്ല് അടച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഫ്യൂസ് വരുന്നത്. അന്ന് വൈകിട്ട് ഓൺലൈനായി ബില്ലടയ്ക്കുന്നു, വെള്ളിയാഴ്ച പുനഃസ്ഥാപിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെട്ട ഒരു ക്രിമിനൽ നടപടിയുടെ പേരിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവരുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത്. അതായത് സപ്ലൈ കോഡ് നിർദ്ദേശിക്കുന്ന പ്രകാരമാണെങ്കിൽ 15 ദിവസമെങ്കിലും, കുറഞ്ഞത് 15 ദിവസത്തെ മുന്നറിയിപ്പിന് ശേഷം മാത്രമേ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാവൂ എന്നതാണ്. ഇവിടെ കൃത്യമായ നിയമലംഘനം തന്നെയാണ് സർക്കാരിൻ്റെ വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് മന്ത്രി അടക്കം പറയുന്നത് ഈ ഉറപ്പ് നൽകിയ ഒരു ഉപാധി നൽകിയാൽ മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്നതാണ്. ഇത് നിയമലംഘനം തന്നെയാണ്.